ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഇന്ന് റമളാൻ 2 ഡയറ്റിൻ്റെ വിശേഷങ്ങളും കൂടെ മീഷോന്ന് വാങ്ങിയ കുറച്ച് കിഡ്സിൻ്റെ പ്രൊഡക്റ്റ് കൂടി കാണിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണാം. കൂടെ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ. അപ്പോൾ ഇതാ രാവിലെ എണീറ്റതും തഹജ്ജുദ് നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് ഞാനിതാ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുകയാണ്, ചിയ സീഡ് വാട്ടർ കുടിക്കുകയാണ്. പിന്നെ ഇതാ ഞാൻ ഗോതമ്പ് ദോശയും അതുപോലെ കടലക്കറി തലേദിവസം വെച്ചതാണ് നോമ്പ് തുറക്കായിട്ട്. അപ്പോൾ അതുണ്ടായിരുന്നു, അതും കൂട്ടി ഒരു ബോയിൽഡ് എഗ്ഗ് കൂടി കഴിക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലുള്ള ഫുഡ് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ദഹിക്കില്ല, അതുപോലെ തന്നെ ഒരുപാട് ക്ഷീണവും വരില്ല കേട്ടോ. കഴിക്കുന്ന ഫുഡ് ക്വാണ്ടിറ്റി കുറച്ച് കഴിക്കാനായിട്ട് നോക്കുക. അങ്ങനെ ഇതാ ഇനി കുറച്ച് കിഡ്സിൻ്റെ പ്രൊഡക്ട്സ് ആണ് കേട്ടോ കാണിക്കുന്നത്. കിഡ്സിന് പറ്റിയ കുറച്ച് ഡ്രസ്സുകളാണ്. അപ്പോൾ ഇത് ഞാൻ റയമോൾക്ക് വാങ്ങിയതാണ് കേട്ടോ. റയമോൾക്ക് ഷോർട്ട്സ് ആയിട്ടൊക്കെ ഇടാൻ പറ്റിയ ഡെനിം സ്കേർട്ടാണിത്. അപ്പോൾ ഞാനൊരു ടീഷർട്ട് വാങ്ങിയിട്ടുണ്ടായിരുന്നു മുന്നേ, അതിൻ്റെ കൂടെ വെയർ ചെയ്യാനായിട്ട് വാങ്ങിയതാണിത്. അപ്പോൾ ഇത് വെയർ ചെയ്യുന്ന സമയത്ത് മുട്ട് വരെ ഉണ്ടാവുള്ളൂ. അതിൻ്റെ ഉള്ളിലൊരു ലോങ് ആയിട്ടുള്ളൊരു സോക്സ് ഇട്ട് കൊടുത്താൽ മതി. നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ കാണാനായിട്ട്. ഇത് ഞാൻ ഇട്ട് കൊടുത്തിട്ടില്ല. ഇട്ട് കൊടുത്തതിന് ശേഷം ഞാൻ ഇനി ഒരു ദിവസം വീഡിയോ ചെയ്യുന്നുണ്ട് കേട്ടോ. എന്തായാലും നല്ല ക്വാളിറ്റി ഉള്ളൊരു പ്രൊഡക്റ്റ് കൂടിയാണ്. പിന്നെ ഇത് 4.2 റേറ്റിംഗ് വരുന്നുണ്ട്. 219 രൂപയാണ് വില. പിന്നെ എൻ്റെ ലിങ്കിൽ കയറി വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾക്ക് ഡിസ്കൗണ്ട് ലഭിക്കും കേട്ടോ. പിന്നെ ഇത് 6 to 7 years ആണ് കേട്ടോ ഞാൻ സൈസ് എടുത്തിരിക്കുന്നത്. പിന്നെ 219 രൂപയ്ക്ക് എന്തായാലും വർത്തായിട്ടുള്ളൊരു പ്രൊഡക്റ്റ് തന്നെയാണിത്. ഇനിയിപ്പോൾ അടുത്തത് തനിമോൾക്ക് വാങ്ങിയൊരു ഡ്രസ്സാണ് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ 1 to 2 years സൈസാണ് എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ ക്വാണ്ടിറ്റി പറയാനില്ല കേട്ടോ. അടിപൊളി ഡ്രസ്സാണ്. പിന്നെ ഇത് 2 കളേഴ്സ് അവൈലബിൾ ആയിട്ടുണ്ട്. ഒന്ന് ഈ കളറും പിന്നെ ഒരു പിങ്ക് കളറും കൂടിയുണ്ട്. പിന്നെ ഇതിൻ്റെ ക്ലോത്തൊക്കെ നല്ല ക്ലോത്താണ് കേട്ടോ, നല്ല ക്വാളിറ്റി ഉള്ള ക്ലോത്താണ്. പിന്നെ ഇതിൻ്റെ വൈറ്റ് ടോപ്പ് വൈറ്റാണ് രണ്ടിലും. ബട്ട് അതിൻ്റെ അടിയിൽ മുകളിലിടുന്ന ഒരു ഇതില്ലേ, അതിൻ്റെ കളർ മാത്രമേ ചേഞ്ച് വരുന്നുള്ളൂ. ടോപ്പിൻ്റെ മുകളിൽ ഒരു വള്ളി ഇടാനുള്ളൊരു സ്പേസ് ഇല്ല, അതായത് ഒരു ഹോളില്ല. അതാണ് ആകെ ഇതിൽ പറ്റിയ മിസ്റ്റേക്ക് കേട്ടോ. വേറെ കുഴപ്പമൊന്നുമില്ല, നല്ല ക്വാളിറ്റി ഉള്ള പ്രോഡക്റ്റ് തന്നെയാണ്. പിന്നെ ഇതിൻ്റെ റേറ്റ് വരുന്നത് 193 രൂപയാണ്. എന്തായാലും ഈ ഒരു പ്രൈസിന് എന്തായാലും ഇത് വേർത്തായിട്ടുള്ള പ്രൊഡക്റ്റാണ് കേട്ടോ. ഇതാ കണ്ടോ, അതിൻ്റെ ക്ലോത്തൊക്കെ അടിപൊളിയാണ്. ഇതിനൊന്നും കുറേ കാലം നമുക്കിത് ഉപയോഗിക്കാം കേട്ടോ, ഒരു കുഴപ്പവും വരില്ല. പിന്നെ അതിൽ ഇതുപോലെ 2 സ്റ്റിക്കേഴ്സ് വരുന്നുണ്ട്. അതൊക്കെ അത്യാവശ്യം നല്ലവണ്ണം ഒട്ടിയിട്ടുണ്ട് കേട്ടോ. അതൊന്നും പെട്ടെന്നൊന്നും അത് അടർന്ന് വരുന്ന ടൈപ്പല്ല. അതുപോലെ തന്നെ അതിൻ്റെ ടോപ്പും സെയിം ക്ലോത്ത് തന്നെയാണ്. നല്ല പ്യൂർ വൈറ്റിലാണ് കേട്ടോ ഇത് വരുന്നത്. എന്തായാലും ഇത് നിങ്ങൾ ധൈര്യമായിട്ട് പർച്ചേസ് ചെയ്തോളൂ. എന്തായാലും നല്ലൊരു ക്ലോത്താണ്. അതുപോലെ തന്നെ ചെറിയ കുട്ടികൾക്കൊക്കെ ഇതിട്ട് കാണാനായിട്ട് നല്ല ഭംഗിയാണ് കേട്ടോ. ഉള്ളിലൊരു സോക്സ് കൂടി ഇട്ട് കൊടുക്കണം, കാരണം മുട്ട് വരെയുള്ളത് ഉള്ളൊരു ഡ്രസ്സാണ് കേട്ടോ ഇത്. അതുകൊണ്ട് ഉള്ളിലൊരു സോക്സ് ഇട്ടിട്ട് ഒരു ഷൂ കൂടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും കേട്ടോ കാണാനായിട്ട്. ഇനി നെക്സ്റ്റ് വരുന്നത് പെൺകുട്ടികൾക്കൊക്കെ ഉള്ളിൽ വെയർ ചെയ്യാൻ പറ്റിയ ഷോർട്ട്സ് ആണ് കേട്ടോ. ഇത് യൂണിഫോമൊക്കെ ഇടുമ്പോൾ ഉള്ളിൽ ഇടാൻ പറ്റിയതാണ്. എന്തായാലും ഇത് തീർച്ചയായും പെൺകുട്ടികളുള്ളവർ വാങ്ങിയിരിക്കേണ്ട ഒരു സംഭവം കൂടിയാണ് കേട്ടോ. ഞാൻ എൻ്റെ മകൾക്ക് ഉള്ളിൽ ഇതുപോലെ അവൾ ഇടുന്ന ട്രൗസർ അങ്ങനെയുള്ളതൊക്കെയാണ്. ഇതാകുമ്പോൾ ഷോർട്ട്സ് ആകുമ്പോൾ കുറച്ചുകൂടി ലെങ്ത്തും ഉണ്ടാകും, അതുപോലെ തന്നെ നല്ല ഫിറ്റായി കിടക്കുകയും ചെയ്യും, കാണാനും നല്ലൊരു ഭംഗിയുണ്ടാവും. അതുകൊണ്ടാണ് ഞാൻ ഇത് വാങ്ങിയത് കേട്ടോ. ഇതിൻ്റെ ക്വാളിറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ നല്ല ക്വാളിറ്റി ഉള്ള ഒരു ക്ലോത്താണ്. അതുപോലെ ഇതിൽ 3 പേഴ്സാണ് കേട്ടോ വരുന്നത്. ഒരു ക്രീം കളറും അതുപോലെ ഒരു ബ്രൗൺ കളറ്, ഒരു ബ്ലാക്ക്, അങ്ങനെ 3 കളേഴ്സാണ് ഇതിൽ വരുന്നത്. തുണിയൊക്കെ നല്ല കട്ടിയുള്ളൊരു ക്ലോത്താണ് വരുന്നത്.
ഇതിൻ്റെ വില വരുന്നത് 187 രൂപയാണ്. എന്തായാലും നിങ്ങൾ എൻ്റെ ലിങ്കിൽ കയറി വാങ്ങുമ്പോൾ ഇതിലും കുറഞ്ഞ വിലയ്ക്ക് നിങ്ങൾക്ക് ഇത് കിട്ടും കേട്ടോ. പിന്നെ ഇതിൻ്റെ അടിയിൽ ബാക്ക്ഗ്രൗണ്ടായിട്ട് വിരിച്ചിരിക്കുന്ന ക്ലോത്തില്ലേ, അതും ഞാൻ മീഷോയിൽ നിന്ന് തന്നെ പർച്ചേസ് ചെയ്തതാണ്. പിന്നെ ഇതിൻ്റെ വില വരുന്നത് 232 രൂപയാണ്. ഇതിൻ്റെ ലെങ്ത്ത് വരുന്നത് 1 മീറ്റർ ലെങ്ത്താണ് കേട്ടോ വരുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ കുറച്ച് പ്രൊഡക്ട്സ് കേട്ടോ. നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എങ്കിൽ നിങ്ങൾക്ക് ഇതൊക്കെ പർച്ചേസ് ചെയ്യണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ എന്തായാലും ഞാൻ ലിങ്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇതാ വൈകുന്നേരം ആയപ്പോൾ ഞാൻ കിച്ചണിലോട്ട് കയറിയിട്ടുണ്ട്. ഇനിയിപ്പോൾ പത്തിരിയാണ് കേട്ടോ ഇന്ന്. അപ്പോൾ ചിക്കൻ കറി ഉണ്ടാക്കണം, അപ്പോൾ അതൊന്ന് ഉണ്ടാക്കാനായിട്ട് നിൽക്കുകയാണ്. പിന്നെ പത്തിരി ഞാൻ വാങ്ങുകയാണ് കേട്ടോ ചെയ്തത്. എനിക്കെന്തായാലും വൈകുന്നേരം പത്തിരി ഞാൻ ഒറ്റയ്ക്ക് തന്നെ നിന്നുണ്ടാക്കണം. എനിക്ക് സാധിക്കില്ല. അതുകൊണ്ട് ഞാൻ എന്തായാലും പത്തിരി ഉണ്ടാക്കുന്നില്ല, പത്തിരി ഞാൻ വാങ്ങുകയാണ്. അപ്പോൾ ചിക്കൻ കറി ഉണ്ടാക്കാനായിട്ട് ഇതാ അടുപ്പത്തോട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ എണ്ണക്കടികളൊന്നും ഉണ്ടാക്കാത്ത കാരണം കൊണ്ട് വലിയ പണികളൊന്നും ഇല്ല കേട്ടോ. പിന്നെ ഉമ്മി എണ്ണക്കടി കഴിക്കാറില്ല. അങ്ങനെ ഇതാ ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ മുജിക്ക. അപ്പോൾ അതൊക്കെ ഒന്ന് കറക്റ്റാക്കി എടുത്ത് വെക്കണം. അപ്പോൾ ഇതാ ഫ്രൂട്ട്സൊക്കെ ഒന്ന് കറക്റ്റാക്കി എടുത്ത് വെക്കുകയാണ് കേട്ടോ. പിന്നെ ഫ്രൂട്ട്സായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത് ആപ്പിളും അതുപോലെ തന്നെ ഓറഞ്ച് പിന്നെ മുന്തിരി, ഇത് മൂന്നുമാണ് ഇതൊക്കെ കൊണ്ടുവന്നിട്ടുള്ളത്. അതുപോലെ തന്നെ കുറച്ച് പച്ചക്കറികളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്നിനി കറക്റ്റാക്കി എടുത്ത് വെക്കാനുണ്ട്. അപ്പോൾ ആദ്യം ഫ്രൂട്ട്സ് എന്താണ് വേണ്ടത് എന്നൊക്കെ നോക്കിയിട്ട് ഞാൻ എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഓരോന്ന് വീതം എടുക്കുന്നുള്ളൂ. ഒരു ആപ്പിൾ, ഒരു ഓറഞ്ച്, കുറച്ച് മുന്തിരി, അത് മാത്രമേ എടുക്കുന്നുള്ളൂ കേട്ടോ. ഒരുപാട് ആക്കി വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾ കഴിക്കില്ല, അങ്ങനെ വേസ്റ്റ് ആക്കിയിടും. അപ്പോൾ നമുക്ക് ആവശ്യത്തിന് എടുത്തിട്ട് പിന്നെ വേണം എന്നുണ്ടെങ്കിൽ എടുക്കാമല്ലോ എന്ന് കരുതി അങ്ങനെ ഇപ്പോൾ ഇതാ മുന്തിരിയൊക്കെ എടുത്തിട്ട് അതൊക്കെ ഒന്ന് വേറെടുത്തതിന് ശേഷം ഒക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ആപ്പിളും ഓറഞ്ചും എല്ലാം ഒന്ന് കറക്റ്റാക്കി മുറിച്ച് വെക്കാനുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ചെയ്തെടുക്കണം കേട്ടോ. അങ്ങനെ ആപ്പിളൊക്കെ കട്ട് ചെയ്തെടുത്തു. ഇനിയിപ്പോൾ ഓറഞ്ച് ഒന്നേ ഞാൻ എടുത്തിട്ടുള്ളൂ. ചിലപ്പോൾ പുളി കാരണം കൊണ്ട് കുട്ടികൾ കഴിക്കില്ല, അപ്പോൾ ഒന്ന് തന്നെ എടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ എനിക്ക് ഒരു ബൗളിലാക്കിയിട്ട് എനിക്കുള്ളത് ഒന്ന് കറക്റ്റായിട്ട് മെഷർ ചെയ്തിട്ടൊന്ന് എടുത്ത് വയ്ക്കുകയാണ്. അപ്പം ഞാൻ ഒരു ബൗളേ എടുക്കുന്നുള്ളൂ, ഒരുപാടൊന്നും ഞാൻ എടുക്കുന്നില്ല. ഫ്രൂട്ട്സ് ആണെച്ചാലും നമ്മൾ കഴിക്കുന്നതിലൊരു അളവുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ 2 ആപ്പിൾ, അതുപോലെ 2 ഇല്ലി ഓറഞ്ച്, അതുപോലെ കുറച്ച് മുന്തിരി, അത് മാത്രമേ ഞാൻ എടുക്കുന്നുള്ളൂ കേട്ടോ. ബാക്കി കുട്ടികൾക്കും മാക്കുമായിട്ട് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതാ എല്ലാം ആക്കി ഞാൻ ടേബിളിൽ വന്നിരുന്നിട്ടുണ്ട്. പിന്നെ ഞാൻ വന്നിരുന്ന് കഴിഞ്ഞാൽ പിന്നെ കുട്ടികൾ എൻ്റെ കൂടെ വന്നിരിക്കും കേട്ടോ. അപ്പോൾ എന്തായാലും അവർക്കുള്ളത് ഞാൻ പാത്രത്തിലാക്കി കൊടുത്തിട്ടുണ്ട്. 2 പേർക്കും കൂടി ഒരു പാത്രത്തിലാണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ചില സമയത്ത് 2 പേരും തല്ലുകൂടാറുണ്ട്, ചില സമയത്ത് അങ്ങനെ ഇരുന്ന് കഴിക്കും കേട്ടോ. ഇപ്പോൾ ഇന്ന് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ എനിക്കുള്ള നാരങ്ങ വെള്ളം ഞാൻ ഉപ്പിട്ടിട്ട് നാരങ്ങ വെള്ളം കലക്കുകയാണ് കേട്ടോ ചെയ്തത്. ഞാൻ ഫസ്റ്റത്തെ നോമ്പിന് ഞാൻ പച്ചവെള്ളം കുടിച്ചപ്പോൾ എനിക്ക് ഇറങ്ങുന്നേ ഉണ്ടായിരുന്നില്ല. കാരണം ഞാൻ എപ്പോഴും നോമ്പിന് ഒരു കുടുക്ക നാരങ്ങ വെള്ളം പഞ്ചസാര ഇട്ട് കലക്കിയിട്ട് അങ്ങനെ ഇരുന്ന് കുടിക്കലാണ് കേട്ടോ പതിവ്. ഇപ്പോൾ പച്ചവെള്ളം കുടിക്കുമ്പോൾ എനിക്ക് ഇറങ്ങുന്നേ ഇല്ല. അപ്പം ഞാൻ എന്തായാലും നാരങ്ങ വെള്ളം തന്നെ കലക്കിയിട്ട് അതിൽ ഉപ്പിടുകയാണ് ചെയ്തത്, പഞ്ചസാര ഒഴിവാക്കിയിട്ട്. ഈ കഴിക്കുന്ന സമയത്ത് തനിമോൾ ഓരോന്ന് പറയുന്നുണ്ട്, ഓരോരോ ആക്ഷൻ കാണിക്കുന്നുണ്ട്, സൂപ്പർ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. പിന്നെതാ അവളെ എണീറ്റിട്ട് എൻ്റെ അടുത്തേക്ക് വന്നിരിക്കുകയാണ്. അവൾ നാരങ്ങ വെള്ളം കുടിക്കാനുള്ള പുറപ്പാടിലാണ്. ഉപ്പിട്ട നാരങ്ങ വെള്ളം ആയതുകൊണ്ട് ഒരുപാടൊന്നും അവൾ കുടിച്ചില്ല കേട്ടോ. അതുപോലെ തന്നെ റയമോള് പിന്നെ കുറച്ചൊക്കെ ഇരുന്ന് കുടിച്ചു. പിന്നെ ഞാൻ ഒരുപാട് കുടിക്കാൻ അയച്ചില്ല. ഉപ്പിട്ടതായതുകൊണ്ട് കുട്ടികൾക്ക് കൊടുക്കുന്നതിൽ ഒരു ലിമിറ്റ് ഉണ്ടല്ലോ, അതുകൊണ്ട് ഞാൻ അവർക്കധികം കൊടുത്തില്ല. പിന്നെ തനിമോള് മുന്തിരി കഴിച്ചിട്ടുള്ള ആക്ഷനാണ് കേട്ടോ ആ കാണുന്നത്. അതും പറഞ്ഞ് റൈമോള് കിട്ടിയ തക്കം നോക്കിയിട്ട് നാരങ്ങ വെള്ളം എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങി കുടിക്കുകയാണ് കേട്ടോ. ഉമ്മാൻ്റെ അടുത്ത് പോയി ഉമ്മാൻ്റെ നിന്ന് കുറച്ച് വാങ്ങി കുടിച്ചു. ഉമ്മാൻ്റെ അടുത്ത് പിന്നെ പഞ്ചസാര ഇട്ടതായിരുന്നു, എൻ്റെ ഉപ്പിട്ടതായതുകൊണ്ട്
അവർക്കധികം കുടിക്കാനായിട്ട് പറ്റുന്നില്ല കേട്ടോ. എങ്കിലും കുറച്ചൊക്കെ കുടിച്ചു. അങ്ങനെ നോമ്പൊക്കെ തുറന്നു കഴിഞ്ഞു. ഞാൻ ഫ്രൂട്ട്സും വെള്ളമൊക്കെ കുടിച്ചിട്ട് അങ്ങനെ എണീറ്റിട്ട് പിന്നെ നിസ്കരിക്കാനായിട്ട് പോയിട്ടോ. പിന്നെ നിസ്കാരം കഴിഞ്ഞ് ഇഷാ നിസ്കാരം കഴിഞ്ഞിട്ട് ഞാൻ അവിടെ നിന്ന് എണീക്കാറുള്ളൂ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ കഴിക്കാനായിട്ട് നിൽക്കുക കേട്ടോ. അങ്ങനെ എൻ്റെ ഇഷാ നിസ്കാരം കഴിഞ്ഞിട്ട് ഞാൻ വന്നിട്ട് ഇതാ കഴിക്കുകയാണ്. അപ്പോൾ പത്തിരിയും ചിക്കൻ കറിയാണ്. അതിന് 2 പീസ് ചിക്കൻ മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ, ബോൺലെസ് ആയിട്ടുള്ള 2 പീസ് മാത്രം. അപ്പോൾ ഇതാ എൻ്റെ കൂടെ തന്നെ 2 പേരും കഴിക്കാനായിട്ട് ഇരിക്കുന്നുണ്ട്. തനിമോള് ഉമ്മാൻ്റെ കൂടെ ഇരുന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നു. എങ്കിലും ഞാൻ കഴിക്കുമ്പോൾ അവൾ എന്തായാലും വേണമെന്ന് പറയും. അതുകൊണ്ട് എന്താ അവൾ എൻ്റെ അടുത്ത് വന്നിട്ട് ടേബിളിൽ വന്നിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഡയറ്റ് പ്ലാന്. ഇതൊക്കെയാണ് എൻ്റെ 2ാമത്തെ നോമ്പിൻ്റെ വിശേഷങ്ങൾ കേട്ടോ. പിന്നെ പ്രൊഡക്റ്റ് വേണ്ടവരെന്തായാലും ഡിസ്ക്രിപ്ഷനിൽ കയറിയിട്ട് നോക്കാനായിട്ട് മറക്കല്ലേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.